പിന്നെ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പൈസ സമ്പാദിക്കാനുള്ള ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളും ഇപ്പം അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ നീട്ടിയെന്നില്ലെങ്കിൽ വേറെ എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള മാർഗ്ഗങ്ങളും അവർക്ക് ഈ ഫോണിനകത്തൂടെ ഈ ഇൻ്റർനെറ്റിനകത്തൂടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഒരു സീരിയസ് സബ്ജക്റ്റാണ് കേട്ടോ. കുറേ ദിവസമായല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2K കിഡ്സിനെയും അതുപോലെ 90s കിഡ്സിനെയും തമ്മിലൊരു കമ്പാരിസൺ ആണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പൊതുവെ ഇപ്പം 2K കുട്ടികളെല്ലാം പറയുന്നത് ട്രാക്കുള കുട്ടികളെന്നും അല്ലെങ്കിൽ ബോംബ് കുട്ടികളെന്നും അങ്ങനെ കുറേ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ 2K കുട്ടികളെ കുറിച്ച്. എന്ന് വെച്ചാൽ അതുപോലാണല്ലോ സംഭവങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 90s ആളുകളെന്ന് പറഞ്ഞാൽ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭാഗ്യമുള്ളവരാണെന്ന് പറയാം കേട്ടോ. അതിനു മുമ്പ് 80s അതിലും ഭാഗ്യമുള്ളവരാണെന്ന് അവരും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം കാരണം ഓരോ വർഷം ഓരോ കാലം കഴിയുന്തോറും ഓരോ കുട്ടികൾ ഓരോ മാറ്റങ്ങളും അതുപോലെ കുറ്റവാസനകളും അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ബിസിയും അങ്ങനെ പറഞ്ഞ പല പല കാര്യങ്ങളും ഇതിനകത്ത് പെടുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ മുട്ടായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു രൂപയോ അല്ലെങ്കിൽ 2 രൂപയോ 5 രൂപയൊക്കെ ഒന്നീ അവർ തരും, അച്ഛനും അമ്മയും തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെയും അത് നമ്മൾ ആകെ കൊണ്ടുപോകുന്നത് 1 രൂപയുടെ മുട്ടായി അല്ലെങ്കിൽ നമ്മുടെ ബോംബെ പൂട വാങ്ങിക്കുക അല്ലെങ്കിൽ പുളിമുട്ടായി വാങ്ങിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അതൊന്നും വേണ്ട, അതൊന്നും അല്ല അവർക്ക് വേണ്ടത്. അവർക്കാണെങ്കിൽ കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും വേണം. അതല്ല അവർക്കിപ്പം മുട്ടായി ഒന്നും ഇറങ്ങത്തില്ല, അതിലും വലിയ സാധനങ്ങളാണല്ലോ അവരിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു മാറ്റമാണ് കേട്ടോ. കുട്ടികളെ ഇപ്പം സ്കൂളിൽ വിടാൻ പോലെയുള്ള പേടിയാണ്. ഇപ്പം എൻ്റെ മോളൊക്കെ ആണെങ്കിൽ ഇനിയും 3 വയസ്സായിട്ടുള്ളൂ. അപ്പം ഞാനിപ്പം പേടിക്കുന്നുണ്ട് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ട് എങ്ങനെ ഇവരെയൊക്കെ വിശ്വസിച്ച് വിടും. ഇപ്പം അവർക്ക് പറ്റിയില്ലെങ്കിലും കൂടെ ഓരോ ദിവസവും ന്യൂസുകൾ പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂസ് ചാനൽ ആരും വെക്കരുതെന്ന് തന്നെയുള്ളൂ കേട്ടോ. അതുപോലുള്ള ന്യൂസുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അനിയത്തിക്ക് MDMA കൊടുക്കുന്നു, കഞ്ചാവ് കൊടുക്കുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു. 22 വയസ്സുള്ള ചെറുക്കനാ വീട്ടിലെ ഉള്ളവരെല്ലാം കൊന്നത്, കാമുകിയെ സഹിതം കൊന്നത്. അതൊക്കെ ഈ ഒരു കാലഘട്ടം ഇപ്പം ചിലപ്പം 90s ഉള്ളവർക്കും ഉണ്ടായിരുന്ന 90s കിഡ്സിനും ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ അത്രയും വാർത്തകളോ അത്രയും ന്യൂസുകളോ പുറത്തോട്ട് വരുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം, അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും അത്രയും ന്യൂസുകളൊന്നും നമ്മൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ന്യൂസ് ചാനൽ ഓപ്പൺ ആക്കേ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഒന്നാമത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ന്യൂസ് വന്നത് കണ്ടിട്ട് അതിനകത്ത് താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള അമ്മയും കുഞ്ഞും മരിച്ചത് ആത്മഹത്യ ചെയ്ത് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം അത് കണ്ടിട്ട് കമൻറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നിങ്ങൾ ന്യൂസിൽ വിടുകയോ ചെയ്യരുത്, ചിലവർക്കൊക്കെ അതൊരു പ്രചോദനമായിട്ടുണ്ടാവുമെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ കാര്യത്തിനകത്തും വരുന്നത്. പക്ഷേ ഇതൊന്നും പ്രചോദനമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഇത് ഓരോ ദിവസം ഇങ്ങനെ വാർത്ത വരുമ്പം നമുക്ക് പേടിയാണ് വരുന്നത്. ഇനി നമ്മുടെ മക്കളെ ഇനി വിടുമ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ വിടുമ്പം എങ്ങനാവും എന്താവും എന്നുള്ളത് ഓർത്തിട്ട്. അതുപോലെ തന്നെ നേരത്തെ നിന്ന് അന്യം നിന്ന് പോയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പണ്ടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അമ്മ കറക്റ്റ് 6 മണിയാകുമ്പോൾ വിളിക്കുമായിരുന്നു നാമം ജപിക്കാനും, അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് പുറത്തിറങ്ങരുത്, അകത്ത് തന്നെ ഇരിക്കണം, TV വെക്കാൻ പാടില്ല, അങ്ങനെ കുറേ അന്നൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു അതൊക്കെ. എങ്കിലും പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ പിള്ളേർ ഓർക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 6 മണി കഴിഞ്ഞ് പിന്നെ പുറത്ത് പോകരുതെന്നും, അല്ലെങ്കിൽ അതൊന്നും പെൺകുട്ടികൾ മാത്രമല്ല 6 മണി കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്നും ഇറങ്ങരുതെന്നല്ല ഉദ്ദേശിച്ചത്. 6 മണി മുതൽ 7 മണി വരെ ഒരു മൂസന്തി സമയത്ത് ഇറങ്ങരുത്, അല്ലെങ്കിൽ കുറച്ച് സമയം വന്ന് നാമം ജപിക്കുക, കുറച്ച് സമയം എല്ലാവരുടെ ഒന്ന് വർത്താനം പറയാം. അന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഈ യൂട്യൂബും ഫോണും കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയത്. അതുവരെ ഒന്നും ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ആകെയുള്ളത് കുറച്ച് നേരം TV കാണും. TV കാണുന്ന പറഞ്ഞാൽ ഫുൾ ടൈം TV. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം ഒരു സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെങ്കിൽ വൈകുന്നേരം മൊത്തം ഇരുന്ന് TV കാണും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ +2 ഒക്കെ ആയ സമയത്ത് TV കാണാനുള്ള സമയം ഇല്ലായിരുന്നു.
ടി വി കാണുന്ന പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇരിക്കുന്ന റൂമിൽ കൊണ്ടുപോയി ടി വി കാണുന്ന പോലെ അല്ലല്ലോ കുട്ടികളിപ്പം ഫോൺ കാണുന്നത്. ഫോണിനകത്ത് ഇടയ്ക്ക് സമയത്താണെങ്കിൽ എന്താ അശ്ലീല വീഡിയോസ് കാണുന്നത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും അല്ല കേട്ടോ, അതൊക്കെ മാറിയിട്ട് അതൊക്കെ ഒന്നും അല്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പം കാണുന്നത്, ഇപ്പം ഉപയോഗിക്കുന്നത്, ഇപ്പം അവർ കോണ്ടാക്ട് ചെയ്യുന്നതും ഇപ്പം കണക്ഷൻ വരുന്നതും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല. മദ്യവും മയക്കുമരുന്നും MDMA-യും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ആ ഒരു വഴിയിലോട്ടായിട്ടോ കുട്ടികൾ. പിന്നെ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പൈസ സമ്പാദിക്കാനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങളും ഇപ്പം അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് കിട്ടിയെന്നില്ലെങ്കിൽ വേറെ എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള മാർഗങ്ങളും അവർക്ക് ഈ ഫോണിനകത്തൂടെ ഈ ഇൻ്റർനെറ്റിനകത്തൂടെ തന്നെ കിട്ടുന്നുമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആണെങ്കിൽ ഈ പിള്ളേരാണെങ്കിൽ ഒരു സ്കൂൾ വിട്ട് കുറച്ച് നേരം വന്ന് കളിക്കുക, നമ്മളിവിടെയൊക്കെ ചക്ക് കളിക്കുക, കല്ല് കളിക്കുക, അമ്മയും കുഞ്ഞും കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവരാണെങ്കിൽ ബാറ്റ് ഉണ്ടാക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ ബോൾ വെച്ചിട്ട് കളിക്കുക, അങ്ങനെയൊക്കെ കളിക്കുന്നവർ കാൽപന്ത് കളിക്കുക, അങ്ങനെയൊക്കെ കളിക്കുന്നവർ കളിക്കുമായിരുന്നു പിള്ളേർ. പക്ഷെ ഇപ്പം പിള്ളേരൊന്നും കളിക്കുക അങ്ങനെ പുറത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതൊന്നും കാണുന്നില്ല. ഇപ്പം ഫോണിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാബിനകത്തോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ തലമുറ. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ള ഇൻട്രാക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നഷ്ടമായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ വേറെ അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. അവനാണെങ്കിൽ നല്ല പനിയ, ജലദോഷം. അപ്പോൾ ഉറക്കിയിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ 10 മിനിറ്റ് ഉറക്കം ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൊക്കെ കണ്ടിരിക്കുന്നത് മയങ്ങിയിരിക്കുക. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ കിടക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഉള്ള കാര്യമാണ്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു ഈ കല്യാണത്തിനും അതുപോലെ പരിപാടിക്കൊക്കെ വിളമ്പാനും കാര്യങ്ങൾക്കും ഒക്കെ കേട്ടോ. അപ്പം അവർ തമ്മിൽ, നാട്ടുകാർ തമ്മിലും അതുപോലെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സംസാരം. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഒരാളല്ലെങ്കിൽ 2 പേരോടെ മേടിൽ കയറിയിരിക്കും. പിന്നെ എങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുക്കും? ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല രണ്ടും. അപ്പം നമ്മളെന്താ പറഞ്ഞത്, അപ്പം അവർ തമ്മിലൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പം പിള്ളേരെ അങ്ങനെ വിടുവോ? വീട്ടുകാരും വിടത്തില്ല, അവർ തന്നെ പോവുകയും ചെയ്യത്തില്ല. ഇവിടെ പ്രശ്നമാണ് കണ്ടോ. ഇതാട്ടോ മെയിൻ പ്രശ്നം ഇവിടുത്തെ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ പ്രശ്നം 2 പേരോടെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെയോ പറന്ന് ചാടി ഇവിടെ വരും. പിന്നെ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. അപ്പുറത്തിരിക്കുന്നതായിരുന്നു 2 പേരും. 2 പേരും അവൻ കിടന്നുറങ്ങുമായിരുന്നു, ഇവൾ അപ്പുറത്തിരുന്ന് കളിക്കുന്നവളായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ കയറി വന്നതാ. എന്തായാലും ആയിട്ടാണ് അവരവിടെ നിന്ന് കളിച്ചോട്ടെ. അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു സൗഹൃദമോ അങ്ങനെ ഒരു കൂട്ടായ്മയൊന്നും നമ്മൾ വീട്ടുകാർ സമ്മതിക്കത്തില്ല. നമ്മൾ വീട്ടുകാർ വിചാരിക്കും അയ്യോ അവർ ഈ ചെറിയ പ്രായത്തിലപ്പോൾ കഷ്ടപ്പെടേണ്ട, അല്ലെങ്കിൽ അതൊന്നും പോകുന്നത് ശരിയല്ല എന്നൊരു തോന്നലുകൊണ്ട് നമ്മളൊന്നും വിടത്തുമില്ല. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ളൊരു നാട്ടിലുള്ള കുട്ടികൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതിലൂടെ അവർ വേറെ സൗഹൃദങ്ങൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് സ്കൂളിൽ നിന്നുള്ളത് അതായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ നെറ്റിൽ കൂടെ ഫോൺ വഴിയോ. ഇപ്പം കുറേ ആപ്പ്, ഇപ്പം തന്നെ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അങ്ങനെയുള്ള ആപ്പിനകത്തൊക്കെ പെട്ടുപോവുകയോ അതിന് വേണ്ടിയിട്ട് പൈസ വീട്ടിൽ ചോദിച്ചില്ലെങ്കിൽ വേറെ മാർഗങ്ങൾ കണ്ടെത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടുകാർ തന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴും അങ്ങനെ പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. വെള്ളം അടിക്കാൻ പോവുക അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു വീടുകളിൽ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ വിടുന്നതായിരിക്കും കുറേയും കൂടെ നല്ലതെന്ന് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ MDMA-യും കഞ്ചാവും അങ്ങനെയുള്ള സംഭവത്തിലൊന്നും പോകത്തില്ല കേട്ടോ. പിള്ളേർ തമ്മിൽ ഒരു അടുപ്പവും നിലനിർത്തും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് കൂടുതലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള അവർ ഇങ്ങനെയൊക്കെ ഈ ഒരു വഴിയിലൂടെയൊക്കെ പോകുന്നത്. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ കൂടുതലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം സ്ട്രെസ്സാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയും ഇവർ ഈ പ്രായത്തിൽ എന്ത് സ്ട്രെസ്സ്, ഈ പ്രായത്തിൽ എന്താ അവർക്ക് ഇത്ര ടെൻഷൻ. പക്ഷെ എന്നാലും പണ്ടത്തെ പോലല്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ആത്മഹത്യകൾ കൂടുന്നു. വേണ്ട മോനെ അമ്മ തിന്നു. ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറ്റവാസനകൾ കൂടുന്നു. അതൊക്കെ ഈ ഒരു പരിധിവരെ ഈ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരാം കേട്ടോ. കാരണം പണ്ടുള്ളവർക്ക് സ്ട്രെസ്സ് ഇല്ല എന്നല്ല, ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങനെ കൂട്ടുകൂടുകയും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കുറച്ച് നേരം കറങ്ങുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ട വിനോദങ്ങളൊക്കെ ചെയ്യുന്നു. അത് ഫോണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ല, പാട്ട് പാടുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
എന്താ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിക്കുക. പക്ഷെ ഇന്നുള്ളവരെല്ലാം ഈ ഫോണിനകത്തും ഇൻ്റർനെറ്റിനകത്തും ചുരുങ്ങിയോണ്ട് തന്നെ ആ സ്ട്രെസ്സ് കുറയുന്നുമില്ല. എന്താ കുറേയുള്ള ശ്രമങ്ങളായിട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. 80s ജനിച്ചവർക്ക് പോരായ്മകളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇഷ്ടം പോലെ പോരായ്മകൾ 80s കമ്പയർ ചെയ്യുമ്പം 90s ജനിച്ചവരെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റും. ഓരോ കാലം എന്താ നമ്മുടെ സാങ്കേതിക വിദ്യ കൂടുന്നതിനനുസരിച്ച് കുറ്റവാസനകളും അതുപോലെ പ്രശ്നങ്ങളും കൂടിക്കൂടി വരികയല്ലാതെ കുറഞ്ഞു വരുന്നൊന്നുമില്ല. അതെന്തായാലും അതിൻ്റെ വഴിയൊക്കെ നടക്കും. പിന്നെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം. ഫുള്ളായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് അവരവർ തന്നെ വിചാരിക്കേണ്ടതായിട്ട് വരും. പിന്നെ എല്ലാം എന്താ ഒരു കുട്ടിയുടെ പ്രശ്നം അല്ലെങ്കിൽ പേരൻസിൻ്റെ പ്രശ്നം അങ്ങനൊന്നും അല്ല കേട്ടോ. കുറച്ച് മെൻ്റലി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ്സും കാര്യങ്ങളും അതുപോലെ അവർക്ക് ഒരു സംഭവം ഏറ്റെടുക്കാനുള്ള ഒരു മാനസിക ശേഷിയില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് നല്ല തകർപ്പാണ് കേട്ടോ. അപ്പം അപ്പൂപ്പനാണെങ്കിൽ മുട്ടായി കൊണ്ട് കൊടുത്തതിൻ്റെ മുട്ടായും ബിസ്ക്കറ്റും എന്തൊക്കെയോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തകർപ്പാം. അപ്പം നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇപ്പം ആണെങ്കിൽ കണ്ടില്ല നിങ്ങൾ. അപ്പം നമുക്കിതിന് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു എടുക്കാം കേട്ടോ, സമാധാനത്തോടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിനി വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കാനോ അല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്തണം എന്നൊക്കെ പറയാനും അറിയാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.